അപ്പൊ ജനങ്ങൾക്ക് പകർച്ചവ്യാധി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം. എന്നെ പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല, നന്നാവാൻ പാടില്ല. അതല്ലേ കാര്യം. ഈ മിഥുന സിനിമ, മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് മരിക്കാന്നുള്ളത് ഞാൻ ഇറങ്ങി കൊല്ലത്ത് റെയിൽവേ ട്രാക്കിലോട്ട് ഇങ്ങനെ നടക്കുവാണ്. ഈ സംരംഭകനാവുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം നമുക്ക് കൊല്ലത്ത് എപ്പോഴാണ് വരുന്നത്? അത് നമ്മൾ ഈ വീഡിയോ കാസറ്റൊക്കെ ഇട്ടിട്ട് മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ കാണും. ആര്യൻ സിനിമ, അങ്ങനെ പല അമിതാഭ് ബച്ചൻ്റെ പഴയ പടങ്ങൾ, അതൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി ഒരു ബിസിനസ്സുകാരനാവുന്ന രീതിയിലുള്ളതൊക്കെ അതൊക്കെ ഒരു തലയിൽ കയറിയിരിക്കും. സിസ്റ്റർ നല്ല പഠിത്തം, നല്ല ടോപ്പാണ് എപ്പോഴും, ഞാൻ പുറകെയാണ്. അങ്ങനെ നാട്ടിൽ വെച്ച് സ്കൂളിൽ ഞാൻ തോറ്റു ഒരു വട്ടം, ഞാനും വേറൊരു ഫ്രണ്ടും തോറ്റു. ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് കൊല്ലത്ത് പോയിട്ട് സൂയിസൈഡ് ചെയ്യാൻ വന്നു. ആക്ച്വലി കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിനടുത്ത് ഒരു തിയേറ്ററിൽ മിഥുനം സിനിമ, നമ്മളൊക്കെ ലാലേട്ടൻ ഫാൻസ് ആണ്. ഈ മിഥുന സിനിമ, മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് മരിക്കാന്നുള്ളത് ആ സിനിമയുടെ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ അതും ഒരു എന്റർപ്രണർഷിപ്പ് കഥയാണ്. എനിക്ക് ആ സമയത്ത് എന്റർപ്രണർ ഒന്നുമില്ല, പക്ഷേ ഒരു സൂയിസൈഡിന്റെ ഒരു ഡിസിഷൻ എടുത്തിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു, ഇല്ല എനിക്ക് പേടിയാവുന്നു, ഞാൻ പോകും. അങ്ങനെ പുള്ളി പോയി. ഞാൻ ഇറങ്ങി കൊല്ലത്ത് റെയിൽവേ ട്രാക്കിലോട്ട് ഇങ്ങനെ നടക്കുവാണ്. ഒരാൾക്ക് സംശയം തോന്നി. പുള്ളി വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തന്നെ പിന്നെ എല്ലാവരും ഷിഫ്റ്റ് ആവും. പിന്നെ നാട്ടിൽ നിർത്തിയിട്ടില്ല. ഇല്ല, എൻ്റെ ഉള്ള സർക്കിളിലെ ഫ്രണ്ട്സൊക്കെ കോൺട്രാക്ടറിന്റെ മക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാണ്. അന്ന് ഞങ്ങൾക്ക് എപ്പോഴും ഡിസ്കഷൻ ബിസിനസ്സിന്റെ ഇതാണ്. അന്നേരം അങ്ങനെ അത് ബിസിനസ്സിലോട്ട് പോകണം എന്നുള്ള വന്നു.